ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്നത് മാരുതിയാണ്. മാരുതി 800. അതെടുത്ത് കുറേ കാലം ഞാൻ ഉപയോഗിച്ചു. എനിക്കൊന്ന് 2-3 വർഷമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ വണ്ടി. അത് ഞാൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസായി പോയതാണ്. അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ ആലപ്പുഴയിൽ ഷൂട്ട് കഴിഞ്ഞ് രാത്രി തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നു. എറണാകുളം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട് ശരിക്കും വടക്കാഞ്ചേരിയാണ്. അപ്പോൾ എൻ്റെ പാരൻസ്, എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരങ്ങളൊക്കെ ഉള്ളത് വടക്കാഞ്ചേരിയിലാണ്. അടുത്ത ദിവസം പെരുന്നാളാണ്. അപ്പോൾ ഈ പെരുന്നാളിന് ഒരുമിച്ച് എല്ലാവരുമായിട്ട് കൂടണം, ഒരുമിച്ച് എല്ലാവരുമായിട്ട് പള്ളിയിൽ പോകണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ക്ഷീണമൊന്നും കണക്കാക്കാതെ ഞാൻ അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് നേരെ എറണാകുളം വരുന്നു. എറണാകുളത്ത് ആണ് എൻ്റെ ഉമ്മയുടെ വീട്. അവിടെ നിന്ന് തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ നേരെ വടക്കാഞ്ചേരിയിലേക്ക് പുറപ്പെടാം. അങ്ങനെ പോയി തൃശ്ശൂരെത്തി. അപ്പോൾ എനിക്ക് ഈ സമയങ്ങളിൽ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് കണ്ണ് പാളിപ്പോകുന്നത്, അത് നമുക്ക് ഒരു ഉറക്കത്തിൻ്റെ ഒരു നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മളറിയാതെ. പക്ഷേ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ മുമ്പൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ചെറിയൊരു ക്ഷീണമാണ്. പക്ഷേ വീണ്ടും നമ്മൾ കണ്ണ് തുറന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും അതിനെ കെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞ് വീണ്ടും 1-2 പ്രാവശ്യം എനിക്ക് ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡ് വന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കുറേ ലേറ്റായി. ഏകദേശം ഒരു 10 മണിയൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയം. മുളങ്കുന്നത്ത് കാവ് എന്നൊരു സ്ഥലം ഞാൻ എത്തിയപ്പോൾ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ വണ്ടി ഒരു വളവ് തിരിഞ്ഞ്, മെയിൻ റോഡ് തന്നെയാണ്, വളവ് തിരിഞ്ഞ് ഒരു വീടിൻ്റെ മതിലിൽ ചെന്ന് ഇടിക്കുകയാണ്. ഇടിക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ ഞെട്ടി ഉണരുകയാണ്. ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിലുള്ള കുറേ ആളുകൾ കരഞ്ഞുകൊണ്ട് ഒച്ച വെച്ച് പുറത്തേക്ക് വരികയാണ്. കാരണം എന്തോ വലിയൊരു അപകടം സംഭവിച്ചെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും വന്ന് പുറത്തേക്ക് വരുന്നു. ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ വണ്ടി ജാമായിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എന്തൊക്കെ നമുക്ക് ചിലപ്പോൾ വലിയൊരു ഇടി സംഭവിച്ചു കഴിയുമ്പോൾ തരിപ്പ് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ പെയിനൊന്നും നമ്മൾ അറിയില്ല. പെട്ടെന്ന് മൊത്തം മരവിച്ചു പോവും ശരീരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്നും അറിയാനിട്ടാണോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. പക്ഷെ ഞാൻ മെല്ലെ കാലൊക്കെ ഒന്ന് അനക്കി നോക്കി, എൻ്റെ കൈ ഒക്കെ ഒന്ന് അനക്കി നോക്കി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നെറ്റിയൊക്കെ തടവി നോക്കി. അങ്ങനെ ബ്ലഡോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മെല്ലെ ഡോറ് തുറന്നപ്പോൾ ഡോറ് കൂളായിട്ട് തുറന്നു. അങ്ങനെ പുറത്തിറങ്ങി ഞാൻ നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. ഞാൻ പുറത്ത് വന്ന് വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി.